പണ്ട് ഫലസ്തീനിലെ ഭക്തനായ ഇമ്രാന്റെയും ഹന്നയുടെയും മകളായിട്ടാണ് മറിയം ബീവി ജനിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ അവർ ദേവാലയമായ ബൈത്തുൽ മുഖദ്ദസിലെ ഒരു പ്രത്യേക മുറിയിൽ ആരാധനകളിൽ മുഴുകി വളർന്നു. പ്രവാചകനായ സക്കറിയ അലൈഹിസ്സലാമായിരുന്നു അവരുടെ സംരക്ഷകൻ. മറിയം ബീവിയുടെ മുറിയിൽ മനുഷ്യർ ആരും എത്തിക്കാത്ത തരം അസാധാരണമായ പഴങ്ങളും ഭക്ഷണങ്ങളും എപ്പോഴും കാണപ്പെട്ടിരുന്നു. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണെന്ന് സക്കറിയ അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. ഒരു ദിവസം മറിയം ബീവി ഏകാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പിതാവില്ലാതെ ഒരു വിശുദ്ധനായ മകൻ ജനിക്കുമെന്ന വാർത്ത അദ്ദേഹം അറിയിച്ചു. പുരുഷൻ സ്പർശിക്കാത്ത എനിക്കെങ്ങനെ മകൻ ജനിക്കും എന്ന് മറിയം ബീവി അത്ഭുതപ്പെട്ടപ്പോൾ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉണ്ടാകൂ എന്ന് കൽപ്പിച്ചാൽ മാത്രം മതി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി. അള്ളാഹുവിന്റെ ആ വചനത്താൽ മറിയം ബീവി ഗർഭിണിയായി. പ്രസവ സമയമായപ്പോൾ ജനങ്ങളുടെ പരിഹാസം ഭയന്ന് അവർ നാടുവിട്ട് ഒരു വിജനപ്രദേശത്തുള്ള ഈന്തപ്പനച്ചുവട്ടിൽ അഭയം തേടി. വിശപ്പും പ്രസവവേദനയും കൊണ്ട് തളർന്ന മറിയം ബീവിക്ക് വേണ്ടി അള്ളാഹു ആ ഈന്തപ്പനയിൽ നിന്ന് പഴുത്ത പഴങ്ങൾ വീഴ്ത്തിക്കൊടുക്കുകയും അവരുടെ കാൽക്കൽ ഒരു നീരുറവ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു. കുഞ്ഞുമായി അവർ തിരികെ നാട്ടിലെത്തിയപ്പോൾ ആളുകൾ അവരെ മോശമായി ആക്ഷേപിക്കാൻ തുടങ്ങി. സംസാരിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരുന്നതിനാൽ അവർ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചു. ഒരു കൈക്കുഞ്ഞ് എങ്ങനെ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കിയപ്പോൾ തൊട്ടിലിൽ കിടന്ന് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുവാദത്തോടെ സംസാരിച്ചു. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. ഇത് കേട്ട ആളുകൾ സ്തബ്ധരായിപ്പോയി. ഈസാ നബി അലൈഹിസ്സലാം വളർന്നപ്പോൾ ഇസ്രായേൽ സന്തതികൾക്കിടയിൽ സത്യത്തിന്റെ വഴി പ്രചരിപ്പിച്ചു. അവർക്ക് ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം അള്ളാഹു നൽകി. ലളിതമായ വസ്ത്രം ധരിച്ച് ഭൂമിയിൽ കിട്ടുന്ന സസ്യാഹാരങ്ങൾ കഴിച്ച് പാവങ്ങളെ സഹായിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. തന്റെ പ്രവാചകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒട്ടേറെ അത്ഭുതങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. മണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അദ്ദേഹം ഊതുമ്പോൾ അത് പറക്കുന്ന ജീവനുള്ള പക്ഷിയായി മാറുമായിരുന്നു. ജന്മന കാഴ്ചയില്ലാത്തവർക്ക് അദ്ദേഹം തടവുമ്പോൾ കാഴ്ച ലഭിച്ചു. മാരകമായ രോഗങ്ങൾ സുഖപ്പെടുത്താനും അള്ളാഹുവിന്റെ അനുവാദത്തോടെ മരിച്ചവരെ ജീവിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഹവാരിയുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആകാശത്തുനിന്ന് ഭക്ഷണ വിഭവങ്ങൾ നിറഞ്ഞ ഒരു വിരുന്ന് മേശ തന്നെ അള്ളാഹു ഇറക്കിക്കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ അസൂയ പൂണ്ട ചില യഹൂദ നേതാക്കളും ഭരണാധികാരികളും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി. അവർ അദ്ദേഹത്തെ പിടികൂടി ക്രൂശിക്കാനായി സൈന്യത്തെ അയച്ചു. എന്നാൽ ശത്രുക്കൾ വീടിനുള്ളിൽ കടക്കുന്നതിനു മുൻപ് അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിനെ സുരക്ഷിതനായി ആകാശത്തേക്ക് ഉയർത്തി. അവിടെയുണ്ടായിരുന്ന മറ്റൊരാളെ അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിന്റെ അതേ രൂപത്തിലാക്കി മാറ്റി. ഈസാ നബി അലൈഹിസ്സലാം ആണെന്ന് തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ അയാളെ പിടികൂടുകയും ക്രൂശിക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല, മറിച്ച് അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോഴും ആകാശത്ത് ജീവനോടെയിരിക്കുന്നു. ലോകാവസാനത്തിന് തൊട്ടു മുൻപ് ദജ്ജാൽ എന്ന ദുഷ്ടശക്തി ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് മടങ്ങിവരും. ദമാസ്കസിലെ പള്ളിയുടെ മിനാരത്തിനരികിൽ മാലാഖമാരുടെ തോളിൽ കൈവച്ച് അദ്ദേഹം ഇറങ്ങിവരുമെന്നാണ് ഹദീസുകൾ പറയുന്നത്. അദ്ദേഹം ദജ്ജാലിനെ വധിക്കുകയും ലോകത്ത് സമാധാനവും ഇസ്ലാമിക നീതിയും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിക്കുകയും കുറേ കാലം ജീവിക്കുകയും ചെയ്ത ശേഷം ഒരു സാധാരണ മനുഷ്യനായി മരിക്കും. മദീനയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെടും. അള്ളാഹുവിൻ്റെ വലിയ ദൂതനായ ഈസാ നബി അലൈഹിസ്സലാം
മാലാഖമാരാൽ ആദരിക്കപ്പെടുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവാചകനാണ്.